PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളുടെ 18ാമത്തെ സെറ്റാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്പോർട്സ് എന്നൊരു കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓൾറെഡി 17 സെറ്റിൻ്റെ ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തെ 12 സെറ്റിൽ ഇത്തരം പ്രസ്താവന ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ എലിമിനേഷൻ ടെക്നിക്കിലൂടെ ആൻസറിലേക്ക് എത്താമെന്നുള്ളൊരു ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ കാര്യങ്ങളും വായിക്കും. അപ്പോൾ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളാണ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ 12ാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ 2022 എന്നാത്താൻ കേസുകൊട് എന്ന സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. 2022 എന്നാത്താൻ കേസുകൊട്. എനിക്ക് തോന്നുന്നു ചോദിച്ചാൽ, അഥവാ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. ചോദിച്ചാൽ ഇതാണ് കൂടുതൽ സാധ്യത ചോദിക്കാനുള്ളത്. ഇനി 2021 പോവുകയാണെങ്കിൽ ജോജി എന്ന സിനിമയ്ക്കും മിന്നൽ മുരളി എന്ന സിനിമയ്ക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2020 പോവുകയാണെങ്കിൽ സൂഫിയും സുജാതയും. അതേപോലെ 2019 മികച്ച സിനിമ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് കുമ്പളങ്ങി നൈറ്റ്സിനാണ്. ഇത് അങ്ങനെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചോദിച്ചാൽ എനിക്ക് കൂടുതൽ ഇത് തോന്നുന്നത് 2022 ആണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം 12ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓൾറെഡി 11 ചോദ്യങ്ങൾ നമ്മൾ അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 12ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിലെ ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 1ാമത്തെ ജോഡി നോക്കുക. കമല ഗുപ്ത ട്രോഫി ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ജോഡിയാണ്. ഡേവിസ് കപ്പ് ലോൺ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെബ് എല്ലീസ് കപ്പ് റഗ്ബിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദിയോദ ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ 4 ജോഡി കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരി എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളിത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ 12ാമത്തെ അതിൽ ശരി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2, 3, 4 ആയിട്ട് വരുന്നത് കറക്റ്റാണ്. 2, 3, 4 ഈ 3 ജോഡികൾ കറക്റ്റാണ്. കമല ഗുപ്ത ട്രോഫി പക്ഷേ തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ് കമല ഗുപ്ത ട്രോഫി തെറ്റിപ്പോയതെന്ന് വെച്ചാൽ ഇത് ഇവിടെ പറയുന്നത് ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ്. ശരിക്കും കമല ഗുപ്ത ട്രോഫി ഹോക്കിയല്ല, അത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഫുട്ബോൾ അല്ലെ, കമല ഗുപ്ത ട്രോഫി ശരിക്കും ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഫുട്ബോൾ, ഞാനിത് എഴുതുന്നതിൽ ഇച്ചിരി സ്പീഡ് കുറവാണ്. ഫുട്ബോൾ. അപ്പോൾ കമല ഗുപ്ത ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത 13ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം കളികളുടെ ടീമിലാണ് അംഗങ്ങളുടെ എണ്ണം 7 ആയിട്ടുള്ളത്? ഇതൊരു സൂചനയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലും അല്ലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫുട്ബോളിലും ക്രിക്കറ്റിലും ഒക്കെ എത്ര പേരാണെന്ന്. അപ്പോൾ ഇങ്ങനൊരു സൂചനയുള്ള സ്ഥിതിക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ കളിക്കാരുടെ എണ്ണം, കളിയും കളിക്കാരുടെ എണ്ണവും പഠിച്ചിട്ട് പോകണം. അത് ടോപ്പിക്കിലുള്ളത് തന്നെയാണ്, നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് 7 കളിക്കാരുള്ള സ്പോർട്സ് ഐറ്റം ഏതെന്നാണ് ചോദ്യം. 1 വാട്ടർ പോളോ കൊടുത്തിട്ടുണ്ട്, കബഡിയുണ്ട്, ബേസ്ബോൾ ഉണ്ട്, ഹാൻഡ്ബോൾ ഉണ്ട്. ഇങ്ങനെ 4 സ്പോർട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 7 അംഗങ്ങളുള്ളത് ഏതിലൊക്കെയാണെന്നാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുള്ളവർക്ക് നിങ്ങളത് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ശരിയുത്തരം ആയിട്ട് വരുന്നത് 13ാമത്തേത് ഓപ്ഷൻ സി ആണ്. 1 to 4 ആണ് അല്ലേ. 1 to 4. 1 എന്ന് പറയുന്നത് വാട്ടർ പോളോയാണ്, 2 കബഡിയാണ്, 4 എന്ന് പറയുന്നത് ഹാൻഡ്ബോൾ ആണ്. ഈ 3 സ്പോർട്സ് ഐറ്റത്തിലെ അംഗങ്ങളുടെ എണ്ണം 7 ആണ്. വാട്ടർ പോളോ, കബഡി, ഹാൻഡ്ബോൾ. 1 to 4 വാട്ടർ പോളോ, കബഡി, ഹാൻഡ്ബോൾ. അപ്പോൾ അത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ആകെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, എന്നിട്ട് അതിൽ ശരി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിൽ പ്രസ്താവന 1 പറയുന്നത് നോക്കുക. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 44 വർഷത്തിന് ശേഷം മെഡൽ ലഭിച്ച മത്സര ഇനമാണ് ടെന്നീസ് എന്ന് പറയുന്നു. 1ാമത്തെ പ്രസ്താവന. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 44 വർഷത്തിന് ശേഷം മെഡൽ ലഭിച്ച മത്സര ഇനം ടെന്നീസാണ്. ഈ പ്രസ്താവന 2 പറയുന്നു. കറുത്ത വർഗ്ഗക്കാരനായതിനാൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം നിഷേധിച്ചതിന് തൻ്റെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച ബോക്സറാണ് മുഹമ്മദ് അലി എന്ന് പറയുന്നു. പ്രസ്താവന 2 പറയുന്നു. കറുത്ത വർഗ്ഗക്കാരനായതിനാൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം നിഷേധിച്ചതിന് തൻ്റെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച ബോക്സറാണ് മുഹമ്മദ് അലി എന്ന് പറയുന്നു. ഇങ്ങനെ 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരി കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റേത്. അപ്പം നിങ്ങൾ ഇത് ശരി കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലെ. മികച്ച നല്ല വ്യത്യസ്തമായ പോയിന്റാണ് അല്ലേ. അപ്പോൾ നിങ്ങളത് കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 14ാമത്തേതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2 പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ്. അതായത് സി ഓപ്ഷനാണ്, 14C. ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 15ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം.
ചേരുംപടി ചേർക്കുക. 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പട്ടികകൾ 1 തോമസ് കപ്പ്, റൈഡർ കപ്പ്, ഫ്രാങ്ക് വോറൽ ട്രോഫി, മെർഡേക്ക കപ്പ്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്പോർട്സ് ആണ് കൊടുത്തിരിക്കുന്ന പട്ടിക 2 ഗോൾഫ്, ബാഡ്മിൻ്റൺ, ഫുട്ബോള്, ക്രിക്കറ്റ്. ഇത് നിങ്ങൾ മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇത് എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ 12 സെറ്റിൽ ഞാൻ കൃത്യമായിട്ട് ട്രെയിനിങ് തന്നിട്ടുണ്ട്. അത് അത് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നോക്കുക ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ 15ാമത്തേതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. സി ഓപ്ഷൻ അതാണ് ശരിയായിട്ട് വരുന്നത്. ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ തോമസ് കപ്പ് അല്ലെ, തോമസ് കപ്പ് നമുക്കറിയാം. തോമസ് കപ്പ് ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടതാണ്. തോമസ് കപ്പ്. റൈഡർ കപ്പ് ഗോൾഫുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രാങ്ക് വോറൽ ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടത്. മെർഡേക്ക കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഞാൻ കഴിഞ്ഞ സ്പോർട്സിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ 15ാമത്തേത് കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളവർക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. 16ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുകയാണ്. 16ാമത്തേത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. അതിൽ 1ാമത്തെ പ്രസ്താവന പറയുന്നു, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരമാണ് സജൻ പ്രകാശ്. അതേപോലെ ഒന്നുകൂടെ വായിക്കാം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരമാണ് സജൻ പ്രകാശ്. 2ാമത്തെ പ്രസ്താവന പറയുന്നു, ലോക ചെസ് ഫെഡറേഷന്റെ ഉപാധ്യക്ഷനായ മലയാളിയാണ് PP ഉമ്മർ കോയ എന്ന് പറയുന്നു. ലോക ചെസ് ഫെഡറേഷന്റെ ഉപാധ്യക്ഷനായ മലയാളിയാണ് PP ഉമ്മർ കോയ എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന, കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് GV രാജ ആണെന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ആദ്യ മലയാളിയാണ് SK നായർ എന്ന് പറയുന്നു. SK നായർ എന്ന് പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവന നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ആ ഓപ്ഷൻ അത് ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ 16ാമത്തെ ശരിയായിട്ട് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 2, 3, 4 ആണ്. അതായത് 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. 1ാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ് 1ാമത്തെ പ്രസ്താവന തെറ്റിയെന്ന് ചോദിച്ചാൽ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം സജൻ പ്രകാശ് അല്ല. സജൻ പ്രകാശിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സെബാസ്റ്റ്യൻ സേവിയർ ഉണ്ട്. അല്ലേ? ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെബാസ്റ്റ്യൻ സേവിയർ. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ സേവിയർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അപ്പോൾ അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന പറയുന്നു, ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളിയാണ് PR ശ്രീജേഷ് എന്ന് പറയുന്നു. അല്ലേ? ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളിയാണ് PR ശ്രീജേഷ് എന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന പറയുന്നു, ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ മറുനാടൻ മലയാളിയാണ് അലൻ സ്കോഫീൽഡ് എന്ന് പറയുന്നു. ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ മറുനാടൻ മലയാളിയാണ് അലൻ സ്കോഫീൽഡ് എന്ന് പറയുന്നു. ഇനി അടുത്ത 2 പ്രസ്താവനയുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അടുത്ത 3ാമത്, നിങ്ങൾക്ക് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്താലേ റേറ്റിംഗിലേക്ക് വരികയുള്ളൂ, വീഡിയോ റേറ്റിംഗിലേക്ക് വരികയുള്ളൂ. നിങ്ങളുടെ ലൈക്കും അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളെങ്ങനെ ഇതൊന്ന് റേറ്റിംഗിലേക്ക് എത്താൻ സഹകരിക്കുക. അപ്പോൾ ഇതിൻ്റെ 3ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. 3ാമത്തെ പ്രസ്താവന, ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോളിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ് എന്ന് പറയുന്നു. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോളിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. അടുത്ത 4ാമത്തെ പ്രസ്താവന പറയുകയാണ്, ലോക ചെസ് ഫെഡറേഷന്റെ ഉപാധ്യക്ഷനായ മലയാളിയാണ് PP ഉമ്മർ കോയ എന്ന്. അങ്ങനെ 4 പ്രസ്താവനകളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ പേജിൻ്റെ ലാസ്റ്റ് ആയതുകൊണ്ട് ആദ്യത്തെ 2 പ്രസ്താവന ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്, സഹകരിക്കുക. ഒളിമ്പിക്സിൽ ആദ്യത്തെ 1ാമത്തെ പ്രസ്താവന ഇതായിരുന്നു, ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളിയാണ് PR ശ്രീജേഷ്. 2ാമത്തെ പ്രസ്താവന, ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ മറുനാടൻ മലയാളിയാണ് അലൻ സ്കോഫീൽഡ്. 3ാമത്തെ പ്രസ്താവന, ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോളിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. 4ാമത്തെ പ്രസ്താവന, ലോക ചെസ് ഫെഡറേഷന്റെ ഉപാധ്യക്ഷനായ മലയാളിയാണ് PP ഉമ്മർ കോയ. നിങ്ങളുടെ ഉത്തരം ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് 1 to 4 ആണ്. അതായത് ഈ പറഞ്ഞ 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത 18ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 18ാമത്തെ ചോദ്യം പറയുന്നു,
ചേരുംപടി ചേർക്കുക. അല്ലെ, 2 പട്ടിക കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടികയിൽ ബെയ്റ്റൺ കപ്പ്, ഇറാനി ട്രോഫി, തോമസ് കപ്പ്, ഇന്ദിരാ പ്രധാൻ ട്രോഫി. അതുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ഹോക്കി, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, വോളിബോൾ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഇത് മാച്ച് ചെയ്യാൻ നോക്കുക. മാച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഓൾറെഡി ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, നോക്കാം എന്തൊക്കെയാണെന്ന്. ബെയ്റ്റൺ കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ബെയ്റ്റൺ കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഇറാനി ട്രോഫി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇറാനി ട്രോഫി ക്രിക്കറ്റ് ആണ്. ഇറാനി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത തോമസ് കപ്പും അറിയാം നിങ്ങൾക്ക്, ബാഡ്മിൻ്റൺ ആണ്. തോമസ് കപ്പ് ബാഡ്മിൻ്റൺ. പിന്നെ ഇന്ദിരാ പ്രധാൻ ട്രോഫി അത് വോളിബോളുമായി ബന്ധപ്പെട്ടതാണ്. വോളിബോളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് ഒരു മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് പറയുന്നു അല്ലേ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതിൽ 2022 മഹേഷ് നാരായണനാണ് കിട്ടിയിട്ടുള്ളത് അറിയിപ്പ് എന്ന സിനിമയ്ക്ക്. 2022 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് മഹേഷ് നാരായണൻ അറിയിപ്പ് എന്നുള്ള സിനിമയ്ക്ക്. 2021 ദിലീഷ് പോത്തൻ ജോജി എന്ന സിനിമയ്ക്ക്. 2020 സിദ്ധാർത്ഥ ശിവ എന്നിവർ എന്നുള്ള സിനിമയ്ക്ക് സിദ്ധാർത്ഥ ശിവയ്ക്ക്. 2019 ലിജോ ജോസ് പെല്ലിശ്ശേരി ജല്ലിക്കെട്ട് എന്ന സിനിമയ്ക്ക്. അപ്പോൾ ഇതിലും ചോദിക്കാൻ സാധ്യത എനിക്ക് ഈ 2022 ലേറ്റസ്റ്റ് തന്നെയാണ് സാധ്യതയുള്ളത്. അപ്പോൾ നോക്കാം. അല്ലെങ്കിൽ പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി ജല്ലിക്കെട്ട് ചോദിക്കാം. പിന്നെ ജോജി, ഇത് 3-ൽ ഏതെങ്കിലും ആയിരിക്കും സാധ്യതയുള്ളത്. ജോജി സംവിധാനം ചെയ്ത ദിലീഷ് പോത്തൻ അല്ലേ. അപ്പോൾ ഓർക്കുക 2022 മഹേഷ് നാരായണൻ അറിയിപ്പ്, 2021 ദിലീഷ് പോത്തൻ ജോജി, 2020 സിദ്ധാർത്ഥ ശിവ എന്നിവർ, 2019 ലിജോ ജോസ് പെല്ലിശ്ശേരി. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 19ാമത്തെ ചോദ്യമാണ്. 19ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. 2 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. പ്രസ്താവന 1, ഇന്ത്യ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഇനം ഹോക്കിയാണ്. ഇന്ത്യ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഇനം ഹോക്കിയാണ്. അടുത്ത 2ാമത്തെ പ്രസ്താവന പറയുന്നു, ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വർണം നേടിയ ടീം ഇന്ത്യയാണ്. ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വർണം നേടിയ ടീം ഇന്ത്യയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ 2 പ്രസ്താവന പറഞ്ഞതിൽ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ എന്നുള്ളതാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ പറയുന്നത് 2 പ്രസ്താവനകളും ശരി എന്നുള്ള സി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഒന്നാണ്. 19 ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ലാസ്റ്റത്തെ ചോദ്യം അല്ലേ. ലാസ്റ്റത്തെ ചോദ്യമാണ്. അപ്പോൾ 20ാമത്തെ ചോദ്യം നിങ്ങൾ കാണുക. ചേരുംപടി ചേർക്കുക. പട്ടിക 1ഉം പട്ടിക 2ഉം. പട്ടിക 1-ൽ ബാസ്കറ്റ് ബോൾ, പോളോ, വാട്ടർ പോളോ, വോളിബോൾ. അതിൻ്റെ ടീം അംഗങ്ങളാണ് 5, 7, 4, 6 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾ മാച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ 20ാമത്തേൻ്റെ ആൻസറായിട്ട് വരുന്നത് എ ഓപ്ഷനാണ്. എ ഓപ്ഷൻ ആൻസറായിട്ട് വരുന്നത്. അതായത് ബാസ്കറ്റ് ബോളിലെ കളിക്കാരുടെ എണ്ണം അത് 1 എ ആണ്. ബാസ്കറ്റ് ബോളിലെ കളിക്കാരുടെ എണ്ണം 5 ആണ്. ബാസ്കറ്റ് ബോൾ കളിക്കാരുടെ എണ്ണം 5. പോളോ കളിയിൽ 4 പേരാണുള്ളത്. വാട്ടർ പോളോയിൽ 7 പേരുണ്ട്. വാട്ടർ പോളോയിൽ അതേപോലെ വോളിബോളിൽ 6 പേരാണ് ഉള്ളത്. വോളിബോളിൽ 6 പേർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 20ാമത്തെ ക്വസ്റ്റ്യൻസും ശരിയാക്കിയിട്ടുള്ള ആൾക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ എടുത്ത് പറയുന്നു, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.